അസ്സലാമു അലൈക്കും. പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള റീസണ് എല്ലാവർക്കും അറിയാം. എല്ലാവരും ഒന്ന് പാനിക്കായി ഇരിക്കുകയാണ് ഇപ്പോൾ. യു എയിലുള്ളവരായാലും പുറത്ത് അതർ ജി സി സിയിൽ താമസിക്കുന്ന ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളുണ്ട്. ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നാട്ടിലുള്ളവർ വളരെ ടെൻഷനിലും പാനിക്കായിട്ട് ഇരിക്കുകയെന്നറിയാം. നമ്മളെ ന്യൂസ് ചാനലിലൊക്കെ വരുന്ന വാർത്തകൾ അത്ര സന്തോഷകരമായിട്ടുള്ള വാർത്തകളല്ല. അപ്പോൾ എനിക്കായാലും നാട്ടിൽ നിന്ന് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്. വീട്ടിൽ നിന്നായാലും കുടുംബക്കാരെല്ലാവരും അവിടെ സേഫാണോ? എല്ലാവരും വിളിച്ച് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് പേരുടെ ഹസ്ബൻഡ് എവിടെയാണ്, അല്ലെങ്കിൽ ഉമ്മ എവിടെയാണ്, അവർ അവിടെയാണ് ഇവിടെയാണ്, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ നമ്മൾ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്, നിങ്ങൾ അത്ര പാനിക്കാവാൻ മാത്രമുള്ള പ്രശ്നങ്ങളൊന്നും കറണ്ട് ഇപ്പോൾ ഇവിടെ ഇല്ല. പ്രശ്നങ്ങളുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമുക്ക് ഈ രാജ്യത്തെ സുരക്ഷാ സംവിധാനങ്ങളോടും അല്ലെങ്കിൽ ഈ ഭരണകൂടത്തോടുമുള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്താ പറയുക, അത്രയും ധൈര്യത്തിലിരിക്കുന്നത് തന്നെ. ഇപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ പോലും പുറത്തുനിന്ന് നമുക്ക് ആകാശത്തേക്ക് സൗണ്ട് കേൾക്കാം. നമ്മളെ യു എയിലുള്ള അതോറിറ്റീസൊക്കെ ഓൾറെഡി നമ്മളോട് ഇൻഫോം ചെയ്തിട്ടുണ്ട്, ശബ്ദങ്ങൾ കേട്ടേക്കാം എന്നൊക്കെ. അത് ഒരിക്കലും ബോംബ് വീഴുന്നതോ അല്ലെങ്കിൽ മിസൈൽ വീഴുന്നതോ അല്ല. ഇറാനിന്ന് തൊടുത്ത് വിടുന്ന മിസൈൽസ് ആകാശത്ത് വെച്ചിട്ട് യു എ നിർവീര്യമാക്കുമ്പോൾ വരുന്ന സൗണ്ടാണ്. പിന്നെ ഇന്നലെ രാത്രി സത്യം പറയുകയാണെങ്കിൽ ഞങ്ങളെല്ലാവരും പേടിച്ചൊരു മൊമെൻ്റ് എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ പല ഭാഗത്തും ബുർജുൽ അറബ്, പാം ജുമേറ, അങ്ങനെ പല സ്ഥലത്തും ഇതേപോലെ മേലെ വെച്ച് നിർവീര്യമാക്കുന്ന മിസൈലിൻ്റെ അവശിഷ്ടങ്ങൾ വീണിട്ട് കുറച്ച് പ്രശ്നങ്ങൾ, തീപിടുത്തമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കേട്ടപ്പോൾ ഒന്നും കൂടി നമുക്ക് പേടി വന്നെങ്കിലും ഒരു രാത്രി 12 മണിയോട് കൂടി എല്ലാവരുടെ ഫോണിലേക്കും അലർട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. തുറസായ സ്ഥലങ്ങളിൽ നിൽക്കരുത്, എത്രയും പെട്ടെന്ന് വീടുകളിൽ എത്തണം, ജനലിൻ്റെയും ഡോറിൻ്റെ അടുത്ത് നിൽക്കരുത്, പിന്നെ എന്തെങ്കിലും മറ്റേ വസ്തുക്കൾ കണ്ടു കഴിഞ്ഞാൽ തുടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അലേർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ എന്ത് ചെയ്തു, ചെറുതായിട്ടൊന്ന് പേടിച്ചു. കാരണം യു എയിലുള്ള എല്ലാവരും ഫോണിലേക്ക് ഇന്നൊരു മെസ്സേജ്, അപ്പോൾ എന്തോ സംഭവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ എന്തോ ഒരു ഇതെന്നുള്ളൊരു, ഞാനായാലും ഫസ്റ്റായാലും നന്നായിട്ട് പേടിച്ചു. ഞാൻ ഫുൾ ടൈം ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല. ഇന്നലെ ന്യൂസ് കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരുന്നു. ഒരു ന്യൂസിൽ നിന്ന് മറ്റൊരു ന്യൂസ് മാറി ഇട്ടിട്ട് ഇങ്ങനെ കണ്ടിരിക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ പുറത്തുനിന്ന് ഇപ്പോൾ എനിക്കത്രയും പേടി അല്ലെങ്കിൽ എനിക്കത്രയും എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ റൂം ദുബായ് എയർപോർട്ടിൻ്റെ അടുത്തുനിന്ന് ഒരു 500 മീറ്റർ അല്ലെങ്കിൽ 400 മീറ്റർ ഇപ്പുറമാണ് റൂം. സോ നമുക്കെപ്പോഴും മുന്നേ ഓരോ 30 സെക്കൻഡിലും ഓരോ വിമാനം ഫ്ലൈ ചെയ്യുന്ന സൗണ്ട് നമുക്ക് കേൾക്കാമായിരുന്നു മുന്നേ. ഇപ്പോഴല്ല, ഇപ്പോൾ വിമാനത്താവളമൊക്കെ അടച്ചു, വിമാനമൊന്നുമില്ല. സോ ഭയങ്കര സൈലൻ്റാണ്, ആരും അങ്ങനെ പുറത്തിറങ്ങുന്നില്ല. അതായത് നമുക്കറിയാലോ, എയർപോർട്ടിന് തൊട്ടടുത്ത് വീടുണ്ട് എന്നുണ്ടെങ്കിൽ വിമാനം ഫ്ലൈറ്റ് പൊങ്ങുന്ന സൗണ്ടൊക്കെ നമുക്ക് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക എപ്പോഴും. ഞങ്ങൾക്കത് ശീലമായി. പക്ഷെ അത് സൗണ്ട് ഒന്നുമില്ല. അങ്ങനെ സൗണ്ടൊന്നും ഇല്ലാത്ത സമയത്ത് കേൾക്കുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ, അത് നമുക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഒരു ഭീതി ഉണ്ടാക്കുന്നൊരു സംഭവമാണ്. സോ ഇവിടെ എയർപോർട്ട് തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഫൈറ്റർ ജെറ്റുകൾ, യുദ്ധവിമാനങ്ങൾ പോകുന്നൊരു സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയാണ്. പക്ഷേ നാട്ടിലുള്ള ന്യൂസൊക്കെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു തരം നമ്മുടെ ഇലക്ഷനൊക്കെ റിസൾട്ട് പ്രഖ്യാപിക്കുമല്ലോ, അതാ ഒരു വോട്ടിന് ജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്, അതേപോലെയാണ് നാട്ടിലുള്ള ന്യൂസ് റീഡേഴ്സ് ഈ ഇതിനെപ്പറ്റി പറയുന്നത്, യുദ്ധത്തിനെ പറ്റി പറയുന്നതൊക്കെ. സംഭവം എന്തുണ്ട്, ഇപ്പോൾ യു എ അവസാനമായിട്ട് പുറത്തുവിട്ട കണക്കുകൾ നോക്കുകയെന്നുണ്ടെങ്കിൽ 500 സംതിങ് ഡ്രോണുകളാണ് ഇതുവരെ വൈകിട്ട് 4 മണി വരെ, ഈ ഇന്നലെയും ഇന്നുമായിട്ട് 504 ഡ്രോണുകളാണ് യു എയിലേക്ക് വന്നത്. പിന്നെ അതിൽ മിസൈൽസും ഉണ്ട്, കുറച്ച് മിസൈൽസ് ഉണ്ട്. അതിൽ 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ യു എത്തെ കറൻറ്റ് സിറ്റുവേഷൻ. മാത്രമല്ല ഇന്നലെ ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലും അറ്റാക്ക് നടന്നിട്ടുണ്ട്. അവിടെ ഏകദേശം ഒരു 5 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിലും ഇന്നലെ അറ്റാക്ക് നടന്നിട്ടുണ്ട്. അവിടെ ഒരാൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ന്യൂസൊക്കെ ഇന്നലെ രാത്രി ഇന്ന് പുലർച്ചയോടെ വന്നപ്പോൾ നമ്മൾ ഒന്നും കൂടി പാനിക്കായി. കാരണം
ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ട് പോലത്തെ സ്ഥലത്ത് ഇവർ മുന്നേ യുദ്ധം തുടങ്ങുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെസിഡൻസിലുള്ളടത്ത് അറ്റാക്ക് ചെയ്യില്ല എന്നൊക്കെ. പക്ഷേ അങ്ങനെ എയർപോർട്ട് അങ്ങനത്തെ ഏരിയയിലൊക്കെ അറ്റാക്ക് വന്നപ്പോൾ നമ്മൾ ശരിക്കും പേടിച്ചു പറഞ്ഞാൽ ശരിക്കും പേടിച്ചു. പിന്നെ ഇന്നൊരു ഉച്ചയോട് കൂടിയാണ് നമ്മൾ ശരിക്കും ഒരു നമ്മൾ റൂമിൻ്റെ ജനലൊക്കെ കുലുങ്ങുന്ന തരത്തിലുള്ളൊരു ബ്ലാസ്റ്റിങ് നമുക്ക് ഇടയ്ക്ക് സൗണ്ട് ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയത്. മാത്രമല്ല പെട്ടെന്ന് രാവിലെ അപ്പുറത്തെ അവർ ഒപ്പം ഉള്ള ആൾക്കാർ വന്ന് വിളിച്ചിട്ട് വന്നു അവിടുന്ന് പുക ഉയരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ടെറസിൻ്റെ മേലെ കയറി നോക്കുമ്പോൾ കട്ട പുക ഇങ്ങനെ ഉയർന്നു വരും. അപ്പോൾ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു ഷാർജ അല്ലാതിൽ സ്ഫോടനം എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതോറിറ്റീസ് എന്ത് ചെയ്തു, പറഞ്ഞു അത് മിസൈൽ വീണതല്ല, അവിടെ ഒരു വൈറസ് ഷോർട്ട് സർക്യൂട്ട് മൂലം കത്തിയതാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും എന്താവും, പാനിക്കാവും. പിന്നെ ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇങ്ങനെ മേലെ വെച്ച് പൊട്ടിച്ചതിൻ്റെ പാടുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് ഇപ്പോൾ UAE കറണ്ട് അവസ്ഥ. പേടിക്കാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ആർക്കും അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രശ്നങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മേലെ വെച്ച് പൊട്ടിക്കുമ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ വന്ന് വീഴുമ്പോഴുള്ള ചില കാഷ്വാലിറ്റീസ് മാത്രമേ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. 3 മരണം ഇതുവരെ സംഭവിച്ചിട്ടുണ്ട്. 500 സംതിങ് ഡ്രോണുകളും 200 സംതിങ് മിസൈലുകളും ഇതുവരെ UAEക്ക് നേരെ വന്നിട്ടുണ്ട്. അപ്പോൾ പേടിക്കാൻ മാത്രമുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാവരും സേഫാണ്. ഇവിടെ പിന്നെ UAEയിൽ അറിയാലോ മലയാളീസാണ് ഒരുപാട്. അപ്പോൾ പരസ്പരം സഹായിക്കാനും അല്ലെങ്കിൽ പരസ്പരം ആശയങ്ങൾ കൈമാറാനും എല്ലാവരും ഒന്നിച്ചിട്ടുണ്ട്, എല്ലാവരും കൂടെ തന്നെ ഉണ്ട്. ഇതിൻ്റെ കൂടെ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് പ്രത്യേകം പറയാനുള്ളത്, ദയവ് ചെയ്തിട്ട് ഫേക്ക് ആയിട്ടുള്ള ന്യൂസിലാണെന്നുണ്ടെങ്കിൽ ന്യൂസിൽ അവർക്ക് ഈ കമൻറ്റ് ബോക്സിലും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ മെസ്സേജ് അയച്ച് വിടുന്ന ന്യൂസാണ് അവരപ്പോൾ വിടുന്നത്. ഇപ്പോൾ ഇന്നലെ പോലെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, ബുർജ് ഖലീഫ ഒഴിപ്പിച്ചു അങ്ങനെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ കോളായിരുന്നു, ബുർജ് ഖലീഫൊക്കെ ഒഴിപ്പിച്ചെന്ന് പറഞ്ഞിട്ടില്ല, എന്താണ് അവിടെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോൾസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആരെങ്കിലുമൊക്കെ പറയുന്ന ന്യൂസ് അവർ പെട്ടെന്ന് ലൈവിൻ്റെ ഇടയിൽ പറഞ്ഞു പോകുന്നതാണ്. പക്ഷേ അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അതോറിറ്റീസ് പറയുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വിളിച്ച് കിട്ടാത്തപ്പോഴും ടെൻഷൻ ഉണ്ട്. ഇപ്പോൾ കുറച്ച് മുന്നേ പോലും ഫസിയുടെ ഉമ്മ ഫസിക്ക് വിളിച്ചിട്ട് നെറ്റ് ഓഫ് ആയതിന് കുറേ ചീത്ത കിട്ടും, ഈ പ്രശ്നത്തിനിടയ്ക്ക് ഈ നെറ്റ് ഓഫ് ആക്കി വെക്കുക, നിങ്ങൾക്ക് വിളിച്ചാൽ കിട്ടില്ല എന്നൊക്കെ ചോദിച്ചിട്ട്. സോ നിങ്ങളെല്ലാവരും ടെൻഷൻസ് നമുക്ക് മനസ്സിലാവും. ഇവിടെ അങ്ങനെ പേടിക്കാൻ മാത്രമുള്ള പ്രശ്നങ്ങളില്ല, ഇതുവരെ ഇല്ല, ഇനി ഉണ്ടാവാതിരിക്കട്ടെ. 3 ദിവസത്തെ വർക്ക് ഫ്രം ഹോം UAEയിലുള്ള എല്ലാ കമ്പനീസിൻ്റെ 3 ദിവസം വർക്ക് ഫ്രം ഹോം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സ്കൂളുകളൊക്കെ ഓൺലൈൻ ക്ലാസ് ആക്കിയിട്ടുണ്ട്. ആവശ്യ സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള ഇത് എല്ലാവരും തയ്യാറെടുപ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇനി ഇല്ലാതിരിക്കട്ടെ. അപ്പോൾ നാട്ടിൽ കാണിക്കുന്ന മലയാളം ന്യൂസ് ചാനലിൽ കാണിക്കുന്ന ന്യൂസുകൾ കണ്ടിട്ട് ആരും വല്ലാണ്ട് പാനിക്കാവണ്ട. അതുവരെ ഇഷ്യൂസൊന്നുമില്ല, കാര്യങ്ങൾ കൂടുതൽ ഗൗരവമായിട്ട് പോകുന്നുണ്ട് ഇൻ്റർനാഷണലി നോക്കുകയെന്നുണ്ടെങ്കിൽ. പക്ഷേ ഒന്നും ഇല്ലാതിരിക്കട്ടെ. ഗവൺമെൻറ്, ഇവിടുത്തെ ഗവൺമെൻറ്റിലുള്ള നമ്മളെ വിശ്വാസം അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, അവർ നമ്മളെ നോക്കുന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് ഇവിടെ താമസിക്കുന്ന ഓരോരോ പ്രവാസിക്കുള്ളത്. നാട്ടിലുള്ള ആൾക്കാർ വെറുതെ ടെൻഷൻ ആവണ്ട, അത്രയൊക്കെ പറയാൻ വേണ്ടി. കാരണം ഒരുപാട് മെസ്സേജസ് എനിക്ക് വരുന്നുണ്ട്, എനിക്കായാലും ഫസിക്കായാലും വരുന്നുണ്ട്, ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. അവിടുത്തെ അവസ്ഥ എന്താ, ഇവിടുത്തെ അവസ്ഥ എന്താ. ഒരുപാട് ന്യൂസിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് എവിടെയാണ്, എൻ്റെ ഉപ്പ എവിടെയാണ്, എൻ്റെ ബ്രദർ എവിടെയാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് അങ്ങനത്തെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ആരും ടെൻഷൻ ആവാതിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതുവരെയുള്ള അപ്ഡേറ്റ്. ഇനി എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കുക. എല്ലാവരും പ്രവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.